ഒരു നിരാഹാര സമരം നടക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സിന്റെ സമരമാണ്, 2ാം ദിനമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. നമ്മൾ ഇന്നലെ മോർണിംഗ് ഷോയിൽ വീണ ജോർജ് ഡൽഹിയിലേക്ക് പോകുന്നു, നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ നടക്കും വിചാരിച്ചു. ആ കൂടിക്കാഴ്ച നടന്നില്ല. ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കാണാൻ സമയം ലഭിച്ചില്ല എന്നാണ് പിന്നീട് വലിയ പ്രതീക്ഷ പ്രഹസനമാണ് എന്ന് ആശാ വർക്കേഴ്സ് പറഞ്ഞു. അപ്പൊ അതിൽ ഇന്നിപ്പോ വീണ ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. താൻ അങ്ങനെ JP നഡ്ഡയെ കാണാൻ പോവുകയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കാണുമെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാണ് ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ ഉള്ളത്. ഉമേഷ് ആണ് അതിന്റെ വിവരങ്ങളുമായി. ഉമേഷ്, എന്താണ് ഇപ്പോ ഇതിൽ? ഇന്നലെ നമ്മൾ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു, അത് പ്രഹസനമാണ് പിന്നീട് എന്നൊക്കെ ആശാ വർക്കേഴ്സിന്റെ പ്രതികരണവും കണ്ടു. ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ്? താൻ അങ്ങനെ ഒരു ഉറപ്പും നൽകിയിരുന്നില്ല, വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ആ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണോ ഇപ്പോൾ പറയുന്നത്? ഗുഡ് മോർണിംഗ് അനുജ, ഗുഡ് മോർണിംഗ് SKN, ഗുഡ് മോർണിംഗ് പ്രജിൻ. എന്തായാലും നിലവിൽ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം, താൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണുകയും ഈ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഉന്നയിക്കുകയും ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത് എന്നാണ് വീണ ജോർജിന്റെ വിശദീകരണം. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് വീണ ജോർജ് ചർച്ചയ്ക്ക് ശേഷം നിയമസഭയിൽ മാധ്യമങ്ങളെ കാണുന്നത്. അന്ന് വീണ ജോർജ് പറഞ്ഞത് താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഉടൻ കാണും, കണ്ട ശേഷം ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും, സ്വാഭാവികമായി ഇൻസെന്റീവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനത്തിന്റെ വിഹിതം കൂടി വർദ്ധിക്കും. കാരണം 60-40 എന്ന ശതമാനത്തിലാണ് ഇൻസെന്റീവ് നൽകുന്നത്. സ്വാഭാവികമായി കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആനുപാതികമായി സംസ്ഥാനവും വർദ്ധിപ്പിക്കുമ്പോൾ ഇവർ ആശാ വർക്കേഴ്സിന് നല്ലൊരു തുക ഇൻസെന്റീവ് ആയി കയ്യിൽ ലഭിക്കുകയും ചെയ്യും എന്നുള്ള വാദമാണ് ആരോഗ്യമന്ത്രി ഉന്നയിച്ചത്. പക്ഷേ അത് എന്നിട്ട് തുടർന്ന് ഇന്നലെ തന്നെ നേരെ ഡൽഹിക്ക് പോവുകയും ചെയ്തു. പക്ഷേ അവിടെ എത്തിയ ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ശ്രമിച്ചെങ്കിലും കിട്ടിയിട്ടില്ല. എന്നാൽ തനിക്കെതിരെ നടത്തിയത് വ്യാജ പ്രചാരണങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നടത്തിയത്. താൻ ഇന്നലെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല, ഒരാഴ്ചക്കുള്ളിൽ കാണും, അതിനുവേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അതേസമയം ഇത് ആദ്യമായിട്ടല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി കാണുന്നത്. 6 മാസം മുൻപ് ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെയും ഒരു തവണ കണ്ടിരുന്നു എന്നാണ് ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും തിരിച്ച് കേരളത്തിലേക്ക് എത്തിയ ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതേസമയം ആശാ വർക്കേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം അത് ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടന്നു. രാപ്പകൽ സമരം 40ാം ദിവസത്തിലേക്കും കടന്നിട്ടുണ്ട്. ഈ ആശാ വർക്കേഴ്സ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു, കൂടാതെ ആശാ വർക്കർമാരായ ഷീജ, തങ്കമണി എന്നിവരാണ് അവരുടെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. ചേച്ചി, ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഫേസ്ബുക്കിലൂടെ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഇത് മന്ത്രി പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോകുമ്പോൾ ഒരിക്കലും കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഒരാഴ്ചക്കകം കാണുമെന്നാണ് പറഞ്ഞത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ നേരത്തെയും നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വിശദീകരണത്തെ എങ്ങനെ കാണുന്നു? അല്ല, അതങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ, നമുക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ പ്രശ്നങ്ങൾ. കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നതെങ്കിൽ അങ്ങനെ ആകട്ടെ, അതല്ല സംസ്ഥാനമാണ് വർദ്ധിപ്പിക്കേണ്ടതെങ്കിൽ അങ്ങനെ ആകട്ടെ. ഇൻസെന്റീവ് കൂട്ടിത്തരാമെന്ന് എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ ഈ സന്ദർശനം സഹായകരമാകുമെങ്കിൽ അങ്ങനെ ആകട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ഷീണമുണ്ടോ? ക്ഷീണമായി തുടങ്ങിയിട്ടില്ല. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ക്ഷീണമാകുമല്ലോ. അനിശ്ചിതകാല നിരാഹാര സമരത്തിലാണ് ഇവർ. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉടൻ പരിഗണിക്കപ്പെടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. SKN.